ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇനി ഒരു പ്രാവശ്യം കൂടി കാണണം. ഒരുപാട് പേരുണ്ടാവും, പക്ഷെ അതൊന്നും ലാലേട്ടൻ മൈൻഡ് ആക്കണില്ല എന്നുള്ളതിന് ഒരു പ്രധാന തെളിവാണ്. അതൊന്നും ഒരിടം പോയിട്ടില്ല, ആളൊക്കെ വേറെ ലെജൻഡാണ്. വേറെ ഒന്നും കൊണ്ട് തോന്നരുത്, ഞാൻ വളരെ നാളേക്ക് സെറ്റാണ് ഞാൻ ഫാമിലിയായിട്ട് സിനിമ കാണുന്നത്. പിന്നെ സൂപ്പർ, ലാലേട്ടൻ അടിപൊളിയായിട്ട് കലക്കിയിട്ടുണ്ട്. പുതിയ തലമുറയ്ക്കൊരു മോട്ടിവേഷനാണ് ഈ സിനിമ. നല്ല മൂവിയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു മൂവി, നൈസ് മൂവിയായിരുന്നു. സൂപ്പറായിരുന്നു, ഒന്നുകൂടെ കാണണം. ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇനി ഒരു പ്രാവശ്യം കൂടി കാണണം. റിപ്പീറ്റഡ് ഓഡിയൻസ് കൂടുതലാവും. ഇറ്റ്സ് വെരി ഗുഡ്, വെരി നൈസ്, സൂപ്പർ. നന്നായിട്ടുണ്ടായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. അതെ, ലാലേട്ടന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ത്രീകൾക്ക് കിട്ടാവുന്ന തന്നെയാണ്, നീതി തന്നെയാണ്. സൂപ്പർ. ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അവിടെ ഓടവും പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണ്. ഒരു രക്ഷയില്ല, കിടിലം പടം, അന്യായ മേക്കിങ്, കിടിലം, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഒരുപാട് പേരുണ്ടാവും, പക്ഷെ അതൊന്നും ലാലേട്ടൻ മൈൻഡ് ആക്കണില്ല എന്നുള്ളതിന് ഒരു പ്രധാന തെളിവാണ്. അതൊന്നും ഒരിടം പോയിട്ടില്ല, ആളൊക്കെ വേറെ ലെജൻഡാണ്. അടിപൊളി, സൂപ്പർ ഫിലിം കേട്ടോ, നന്നായിട്ടുണ്ട്, വെരി നൈസ് ഫിലിം. വളരെ നല്ല സിനിമയാണ്, കണ്ടിരിക്കണം. നമ്മളെ മോഹൻലാൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും സ്ഥിതിക്കുൾപ്പെടെ നല്ലൊരു പെർഫോമൻസാണ്. ഫാമിലിയായി കാണാൻ പറ്റിയ സിനിമയാണ്, നല്ലൊരു സിനിമയാണ്. ഞാൻ വളരെ നാളേക്ക് സെറ്റാണ് ഞാൻ ഫാമിലിയായിട്ട് സിനിമ കാണുന്നത്. വളരെ ഇഷ്ടപ്പെട്ട് ഈ 3 മണിക്കൂർ പോയതാണ്. കാരണം ഇത്രയും കുറച്ച് ആർട്ടിസ്റ്റിനെ വെച്ച്, ഇത്രയും കുറച്ച് ലൊക്കേഷൻ വെച്ച്, ഇത്രയും കുറച്ച് ഇത്രയും ഒരു ഭംഗിയായിട്ട് ഇതെടുക്കുക. അത് സംവിധായകനെ, അതിന് നിർമ്മിച്ച പ്രൊഡ്യൂസറെയും വളരെയധികം അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള സിനിമകൾ ഉണ്ടാവാൻ അദ്ദേഹത്തിന് ഇതുപോലെ അറിവ് ഇനിയും ഉണ്ടാവട്ടെ. പക്ഷേ ഇത് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട റോള് സിദ്ദിഖിനാന്ന് തോന്നുന്നു. വേറെ ഒന്നും കൊണ്ട് തോന്നരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഏറ്റവും നല്ല നടി ആ ആക്ട്രസ്സാണ് നടി. നല്ലൊരു നല്ല സിനിമയാണ്. കുട്ടി നല്ല അഭിനയിച്ച് ഒരു നിഷ്കളങ്കായ ഒരു കുട്ടിയുടെ ഒരു ജീവിതത്തിലേക്കുള്ളൊരു തിരിച്ചു വരവ്. കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട് ജീവിതത്തിൽ. നല്ല സിനിമയായിരുന്നു, മോഹൻലാലിൻ്റെ ഒരു കംബാക്ക് ആയിരുന്നു. എല്ലാവരും അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ നല്ല നല്ല സിനിമകൾ വരട്ടെ എന്നാണ് വിചാരിക്കുന്നത്. നല്ല സിനിമയായിരുന്നു. നമ്മൾ ജിത്തു ജോസഫ് സാറിൻ്റെ സിനിമ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കുറച്ച് നമ്മൾ സസ്പെൻസ് ഒക്കെ ഇട്ട് നല്ല സിനിമയായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല അഭിനയമായിരുന്നു. നമുക്ക് ലാൽ സാറിനെ കുറിച്ചൊന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു, ഒരു കംബാക്ക് തന്നെയാണ്. പിന്നെ അനുഷ്ക രാജിൻ്റെ അഭിനയം അടിപൊളിയാണ്. വെറൈറ്റി ഉണ്ട് അവിടെ. അതിന് തിരിച്ചു വരും മാത്രം എല്ലാവരും ഒരാളെയും മോശമല്ല. നല്ലൊരു തിരക്കഥ, വളരെ കുറേ കാലത്തിനിപ്പുറം കണ്ട പടത്തിലൊരു വെറൈറ്റി, വളരെ ക്വയറ്റായിട്ടൊരു നല്ല പടം കണ്ട ഒരു അനുഭവം. കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. പടം നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു പടമായിരുന്നു. സൂപ്പർ സിനിമ. മോഹൻലാൽ നല്ല രീതിക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ലാലേട്ടൻ കലക്കി അടിപൊളി. പിന്നെ സൂപ്പർ, ലാലേട്ടൻ അടിപൊളിയായിട്ട് കലക്കിയിട്ടുണ്ട്. ഓരോന്നിലും ലാലേട്ടൻ്റെ ആ പഴയ ഒരു തിരിച്ചുവരവ് കാണാനുണ്ട്. വക്കീലായിട്ട് സൂപ്പറായിട്ടുണ്ട്. പുതിയ തലമുറയ്ക്കൊരു മോട്ടിവേഷനാണ് ഈ സിനിമ. അടിപൊളി സിനിമയാണ്, വേറെ പ്രത്യേകിച്ച്. കൊള്ളാം, ലാലേട്ടൻ്റെ ആ പെർഫോമൻസ് ഭയങ്കര, ഇത്രയും ഏജ് ഇതായിട്ട് പോലും നന്നായിരിക്കും. കൊള്ളാം, ലാലേട്ടൻ്റെ സൂപ്പറാണ് ഫിലിം.